നമ്മൾ ഈ മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും വലുതാണല്ലോ സംസ്ഥാനത്തെ സ്കൂളുകൾക്കുണ്ടായ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്കുണ്ടായ മാറ്റമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകാം, കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്തേക്ക് പോവുകയാണെങ്കിൽ എത്ര സ്കൂളുകൾ അടച്ചുപൂട്ടാൻ പോയതാണ് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയിലുള്ളത്. നമ്മുടെ ഓർമ്മയിലുണ്ട്. തകർന്നു വീഴാറായ സ്കൂളുകൾ, തകർന്ന ഏറ്റവും മോശം ബെഞ്ചുകൾ, ഡെസ്കുകളൊക്കെ നമ്മുടെ ഓർമ്മയിലുണ്ട്. ഇന്ന് ആ സ്കൂളുകളൊക്കെ മാറി ഏറ്റവും മികവുറ്റ ഹൈടെക് സ്കൂളുകളായി മാറുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളായിരുന്നു കോഴിക്കോട് നടക്കാവുള്ള ഗവൺമെൻറ് സ്കൂൾ എന്ന് പറയുന്നത്. ആ സ്കൂൾ അന്ന് പ്രിസം പദ്ധതിയിൽപ്പെടുത്തി പ്രദീപ് കുമാർ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം അത് മാറ്റിയെടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇടപെടലുകളിൽ ഒന്നായിരുന്നു. ഈ നടക്കാവ് ഗവൺമെൻറ് VHS സ്കൂള് വീണ്ടും ഒരു നേട്ടത്തിൻ്റെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. രാജ്യത്തെ മികച്ച സ്കൂളുകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് നടക്കാവ് സ്കൂള്. സ്കൂളിനെ മികവുറ്റതാക്കാൻ അധ്യാപകരുടെയും പ്രിസം പദ്ധതിയുടെയും പങ്ക് വളരെ വലുതാണ്. എഡ്യൂക്കേഷണൽ വേൾഡ് ഇന്ത്യ സ്കൂൾ റാങ്കിംഗ് പട്ടികയിലാണ് കോഴിക്കോട് നടക്കാവ് ഗവൺമെൻറ് VHSS 2ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷവും വിദ്യാലയം റാങ്കിംഗ് പട്ടികയിൽ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. 3000-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. പ്രദീപ് കുമാർ MLA ആയിരുന്ന സമയത്താണ് സ്കൂളിൽ പ്രിസം പദ്ധതി വഴി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഗിരീഷ് കുമാർ: നടക്കാവ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരു മാതൃക സൃഷ്ടിച്ച സ്കൂളാണ്. എടുത്തു പറയേണ്ട ഒരു പേര് തീർച്ചയായിട്ടും പ്രിസം പദ്ധതി വിഭാവനം ചെയ്ത അന്നത്തെ കോഴിക്കോട് MLA ആയിരുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള പ്രദീപേട്ടൻ്റെ ഒരു ആശയതലത്തിൽ നിന്നാണ് പ്രിസം എന്ന പദ്ധതി രൂപം കൊള്ളുന്നത്. അതിൻ്റെ ഫലമായിട്ട് സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും വിവിധ ഏജൻസികളുമായിട്ട് കൈകോർത്തുകൊണ്ട് സ്കൂളിൻ്റെ അക്കാഡമിക്കും നോൺ അക്കാഡമിക്കും ഇൻ്റലക്ച്വലുമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി വികസിപ്പിക്കുവാൻ കഴിഞ്ഞു. സ്കൂളിലെ സൗകര്യങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് അഡ്മിഷൻ എടുക്കാൻ ഇവിടെ വരുന്നത്. ഈ രണ്ട് പേരും കണ്ണൂരിൽ നിന്ന് ഇന്ന് നമ്മളെ സ്കൂളിലേക്ക് അഡ്മിഷന് വേണ്ടി വന്നതാണ്. അപ്പോൾ സ്കൂളിൻ്റെ മികവിന് ഒരു ഉദാഹരണം തന്നെയാണ് തുടർച്ചയായി കുട്ടികൾ വന്നു ചേരുന്നത്. നമ്മൾ അഡ്മിഷൻ നിർത്താറാണ് സാധാരണ, ഇവർക്ക് തൽക്കാലം അഡ്മിഷൻ കൊടുത്തതാണ്. എല്ലാവരും പറയുന്നത് നല്ല സ്കൂളാണ്, ഇപ്പോൾ ഇവിടെ ചേരാമെന്ന്. ദില്ലിയിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഈ മാസം 16-ാം തീയതി സ്കൂളിന് വേണ്ടി ഹെഡ്മാസ്റ്റർ പ്രേമചന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങും. രാജ്യത്തെ മികച്ച സ്കൂളിൻ്റെ പട്ടികയിലേക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് കോഴിക്കോട് നടക്കാവ് GVHSS. ഇതിൽ പ്രിസം പദ്ധതിയുടെയും മുൻ MLA പ്രദീപ് കുമാറിൻ്റെയും ഇടപെടൽ വളരെ വലുതാണ്. ഒപ്പം വിദ്യാർത്ഥികൾക്ക് കാവലായി കൂട്ടുനിൽക്കുന്ന അധ്യാപകരും. ചേതൻ സാജൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.